പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഒത്തിരി പേര് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഭാഗങ്ങൾ ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് സാക്ഷ്യം പറയുക. അതിൻ്റെ കാരണം നമ്മുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിതഭാരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ധ്യാനത്തിലാണ് അതിൻ്റെ പുതിയ സൂത്രവാക്യങ്ങൾ നമുക്ക് കിട്ടണത്. ബൈബിളിലെ ഓരോ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ദൈവത്തെ അനുഭവിച്ചവർ അവിടെ അനുഭവത്തിൽ നിന്ന് ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ദൈവാനുഭവങ്ങളുണ്ട്. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയർന്ന നിലവാരമുള്ള ദൈവാനുഭവത്തിനെന്നാണ് എൻ്റെ ഉത്തരം. ബേസിക്കാണ് എൻ്റെ ഉത്തരം. അല്ലെങ്കിൽ അങ്ങനെ അതായിരിക്കണം എൻ്റെ ഉത്തരം. എന്തിനാണ് നീ ഉടമ്പടി എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ബേസിക് ഉത്തരം എന്ന് പറയുന്നത് ഉയർന്ന നിലവാരമുള്ള ദൈവാനുഭവത്തിനായി. അപ്പോൾ ദൈവാനുഭവത്തിനാണ് ഉടമ്പടി എന്നുള്ളത് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടാനാണ്, അല്ലെങ്കിൽ പറമ്പ് വിൽക്കാനാണ്, അല്ലെങ്കിൽ കേസ് ജയിക്കാനാണ്. ഇങ്ങനെയാണ് സാധാരണ മനുഷ്യരുടെ. അത് ഞാൻ അതിനെ നിഷേധിക്കണില്ല. പക്ഷേ ഉടമ്പടി പുതുക്കാൻ വേണ്ടി ദൈവാനുഗ്രഹം കൊടുത്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അവരോടാണ് ഞാനിപ്പോൾ അഡ്രസ്സ് ചെയ്യണത്. ഉടമ്പടി കുറേ വലിയൊരു ദൈവാനുഗ്രഹമാണ് ഉടമ്പടി പുതുക്കി ഉടമ്പടി ജീവിക്കാൻ കഴിയണത്. ഇപ്പം ആദ്യം വൺസ് ആൻഡ് ഫോർ ഓൾ ഒരു ദിവസം ഉടമ്പടി എടുത്തു, ഉടമ്പടി ചിലപ്പോൾ 90 ദിവസം കൊണ്ട് അത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ, അവരനുഗ്രഹത്തെ ബേസ് ചെയ്താണ് അവർ ഉടമ്പടി എടുക്കുന്നത്. നമുക്ക് അവരെ മാനിക്കാം, അവരവരുടെ രീതികളിൽ അത് പോട്ടെ. പക്ഷെ ഉടമ്പടി പുതുക്കാൻ ദൈവം അനുഗ്രഹിച്ചവർ നിങ്ങൾ അച്ഛനെ ശ്രദ്ധിക്കണം കൂടുതൽ. മറ്റേത് അച്ഛനെ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഉടമ്പടിയിലാകുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നിങ്ങളുടെ കണ്ണുനീര് എത്രയും വേഗം തുടക്കുക എന്നുള്ളത്. പക്ഷേ ഉടമ്പടിയിൽ നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മളെ ഈ ഒരു അനുഗ്രഹത്തിലൂടെയുള്ള ഒരു ചാനലല്ലത്. അത് ഉടമ്പടി പുതുക്കാൻ എന്ത് ചെയ്യണം? കുറേ കഷ്ടപ്പാടല്ലേ. ഇവിടെ വരണം, ക്യൂ നിൽക്കണം, ക്ലാസ് കേൾക്കണം, പിന്നെ ഈ നേർച്ച വസ്തുക്കൾ അല്ലെങ്കിൽ പത്രം കൊണ്ടുപോയി കൊടുക്കണം, ആ മാസവും പിന്നെയും ഉപയോഗി പ്രവർത്തനങ്ങൾ ചെയ്യണം, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പം നമ്മൾ വലിയ ബാധ്യതകൾ ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുകയാണ്. വലിയ ബാധ്യതകൾ. ഈ ബാധ്യതകൾ ഏറ്റെടുക്കുന്ന അനുസരിച്ചിട്ട് ചില ആൾക്കാർ അതിൻ്റെ ഒരു ക്രമമായിട്ട് നമ്മളിത് ഉടമ്പടി പുതുക്കിയതാണല്ലോ, ഇങ്ങനെ ചെയ്യേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിയമപരമായിട്ട് ചെയ്യും. എൻ്റെ മക്കളെ, ഒരു കാര്യം വ്യക്തമാണ്, നിയമപരമായിട്ട് നമുക്കൊരിക്കലും ദൈവമായിട്ട് നിയമപരമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ദൈവമായിട്ടുള്ള റിലേഷൻ ഒരു ലീഗൽ റിലേഷനല്ല. അതാണ് ഏറ്റവും വലിയൊരു ആദ്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് നിയമപരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും കൂടി ജീവിക്കാം. നിങ്ങൾ നിയമപരമായിട്ട് ജീവിക്കുന്നു, അതിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, വീട് വെക്കുന്നു, അങ്ങനെ നമ്മൾ മരിച്ചു പോകുന്നു. ഇങ്ങനെ നിയമപരമായിട്ട് പക്ഷെ ദൈവമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 10 കൽപ്പനകൾ പാലിച്ച് കുദാശകളുടെ വഴിയെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന്. അതൊരു നോർമലായിട്ടുള്ള ഒരു വഴിയാണത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗമെന്ന് പറഞ്ഞാലും സ്വർഗരാജ്യമെന്ന് പറഞ്ഞാലും നിത്യജീവനെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് ഇറ്റ് ഈസ് എ പേഴ്സൺ, ബേസ്ഡ് ഓൺ എ പേഴ്സൺ. നമ്മളിപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാലും നിങ്ങൾ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാലും നിത്യത എന്ന് പറഞ്ഞാലും ആത്മീയ ജീവിതമെന്നും പറഞ്ഞാലും എൻ്റെ മക്കളെ ബേസിക്കായിട്ട് ഇറ്റ് ഈസ് എ റിലേഷൻ ടു എ പേഴ്സൺ. ആരാണത്? ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ബാക്കി അതിൻ്റെ അനുഭവ തലങ്ങളെയാണ് പറയണത്.
ക്രിസ്തുവായുള്ള ബന്ധത്തിൻ്റെ അനുഭവതലങ്ങളിൽ വന്നു ചേരുന്ന ചില ജീവിത കാലാവസ്ഥകൾ ആണ് നമുക്ക് മറ്റ് വിഷയങ്ങളിലൂടെ പറയണത്. നിത്യതയായാലും ദൈവരാജ്യമായാലും നമ്മളുടെ റിലേഷൻ എന്ന് പറയണത് ക്രിസ്തുവുമായിട്ടാണ്. ഉടമ്പടി ഇവിടെയാണ് ശരിക്കും സ്കോർ ചെയ്യണത്. കാര്യം ഒരു സാധാരണ നിയമപരമായിട്ടുള്ള ഒരു വിശ്വാസിയെ പെട്ടെന്ന് എടുത്തൊരു ആത്മബന്ധമുള്ള വിശ്വാസിയായിട്ട് ഉടമ്പടി ഉയർത്തും. ആത്മബന്ധമാണ് ഇതിൻ്റെ മെയിൻ സംഭവം. നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആത്മബന്ധം എന്ന് പറയണത് എന്തുമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ആത്മബന്ധത്തിന് എൻ്റെ ടോപ്പ് മാതൃക അപ്പോസ്തലന്മാരല്ല. അതാണ് വിഷയം. കർത്താവും ഈശോയുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ അവസാന വാക്കെന്ന് പറയണത് അപ്പോസ്തലന്മാരല്ല. അപ്പോസ്തലന്മാരിലേക്ക് അയക്കപ്പെട്ട ഒരു അപ്പോസ്തലയുണ്ട്. അവരാണ് ആത്മബന്ധത്തിൻ്റെ അവസാന വാക്ക്. അപ്പോസ്തലന്മാരുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട അപ്പോസ്തല ആരാണ്? മേരി മാഗ്ഡലിനാണ്. അവരോടാണ് ഈശോ പറയുന്നത്, യു ഗോ ആൻഡ് ടെൽ ടു മൈ ബ്രദേഴ്സ്. അത് ഭയങ്കര സുവിശേഷമാണത്. അതാണ് ആദ്യം പുനരുദ്ധാരത്തിന് ശേഷമുള്ള പ്രേക്ഷിത ജോലി ഏൽപ്പിക്കുന്നത് അപ്പോസ്തലന്മാരല്ല. ഫസ്റ്റ് ഏൽപ്പിക്കുന്നത് അപ്പോസ്തലന്മാരിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലയുണ്ട്. അവരെയാണ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ യോഹന്നാൻ 20:17. യോഹന്നാൻ 20:17 യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. എന്തെന്നാൽ ഞാൻ പിതാവിന്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല. നീ എന്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അതാണ് പ്രേക്ഷിത മൻഡേഷൻസ് എന്ന് പറയണത്. അതായത് ചാർജ് ചെയ്യാണ്. എന്താണ്? നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട് ഞാൻ എന്റെ പിതാവിന്റെയും നിങ്ങളുടെ പിതാവിന്റെയും എന്റെ ദൈവത്തിന്റെയും നിങ്ങളുടെ ദൈവത്തിന്റെയും അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക. ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് പ്രേക്ഷിത ജോലി, അല്ലേ? ഈ പ്രേക്ഷിത ജോലിയുടെ അപ്പോസ്തല എന്ന് പറയുന്നത് സെൻറ്റ് പീറ്ററോ അതുപോലെ സെൻറ്റ് പോളൊന്നുമല്ല, മേരി മാഗ്ഡലിനാണ്. അതാണ് എൻ്റെ വിഷയം. അപ്പോൾ ഇവരെ എങ്ങനെയാണ് പ്രേക്ഷിതയാക്കിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ഞാനെന്താ പറയുന്നത്, എന്തിനാണ് ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ്? ആത്മബന്ധത്തിന്. അതാണ് ഉടമ്പടിയുടെ അർത്ഥം. ആത്മബന്ധത്തിൻ്റെ സുവിശേഷ മാതൃക ആരാണ്? മേരി മാഗ്ഡലിനാണ്, വേറെ ആരുമല്ല. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർ ഈ ഒരു വള്ളപ്പാട് അകലെയെന്ന് പറഞ്ഞ പോലെ അത്രയും പുറകിലാണ് ബാക്കിയുള്ളവരെല്ലാം. ആത്മബന്ധത്തിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ലാത്ത ആളാണ്. മക്കളെപ്പോഴും ശ്രദ്ധിക്കും, പ്രേക്ഷിത വേല ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ മേരി മാഗ്ഡലിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഈ മേരി മാഗ്ഡലിനെ വായിച്ചപ്പോൾ കർത്താവ് എന്നോടൊരു വേറെ ഒരു രഹസ്യം പറഞ്ഞു. എന്നുവെച്ചാൽ മേരി മാഗ്ഡലിൻ ചില സമയത്ത് നമ്മളെപ്പോലെ ഒരു ഐഡിയ ഇല്ലാതെ വരും ജീവിതത്തിൽ. ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ വെളുപ്പാങ്കാലത്ത് അവർ എഴുന്നേറ്റാണ്, 3 മണിക്ക് എഴുന്നേറ്റിട്ട് അകിൽ, കുന്തിരിക്ക, മീറ ഇതെല്ലാം ഇടിച്ച് അരച്ച് കുറുക്കി ഇതൊരു പേസ്റ്റാക്കിയിട്ട് കർത്താവിൻ്റെ ബോഡിയെ കൊണ്ടുപോയി ലേപനം ചെയ്യാൻ വേണ്ടി വെളുപ്പിന് എഴുന്നേറ്റ ആളാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് കർത്താവിൻ്റെ മരണ ദിവസം പെട്ടെന്ന് സന്ധ്യ ആയത് കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റാതെയാണ് അടക്കിയത്. അപ്പം അതിൻ്റെ ഒരു കേട് അവളുടെ മനസ്സിലൊരു ഭയങ്കര തേങ്ങലാണ്. പ്രേക്ഷിത വേല വരണത് ഒരു തേങ്ങലിൽ നിന്നാണ് വരണത്. അല്ല ജോസഫ് അച്ഛൻ പറഞ്ഞിട്ട് ഞങ്ങൾ പത്താക്കുടത്തുനിന്നല്ല പറയേണ്ടത്. അവിടേക്ക് അതൊരു പുനഃക്രമീകരിക്കണം. പ്രേക്ഷിത വേല ദൈവദൃശ്യന് സ്വീകാര്യമാകണത് ഈശോനോടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഉണ്ടാകുന്നൊരു തേങ്ങലാണ്. കർത്താവിന് അറിയാത്തൊരു ഇനിയുണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് ദൈവസ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കർത്താവിനെ അറിയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്കൊരു തേങ്ങലാണ്. എൻ്റെ മക്കളെ, ഈ ഉടമ്പടി ഇത്രയും എന്തൊരു സ്കോറിങ്ങാണ്.
ആൾക്കാർ ഓരോ ദിവസവും വന്ന് വലിയ സാക്ഷ്യങ്ങളൊക്കെയാണ് പറയണത്, ചെറിയ സാക്ഷ്യങ്ങളൊന്നുമല്ല. കഴിഞ്ഞ ദിവസം മെനു എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. മെനുവിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, മെനു ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഓഫീസിൽ ഒരു ഇൻ്റർവ്യൂവിന് പോണ കാര്യമാണ് പറയണത്. ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ്റെ ഓഫീസിൽ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ട് ഇൻ്റർവ്യൂവിന് പോകണതാണ്. അത് 4000 പേരെയാണ് അവിടെ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഇൻ്റർവ്യൂവിന് തിരഞ്ഞെടുത്തിരിക്കുന്ന 4 പേര്, 10 ഫിൽറ്ററിങ് വന്നിട്ടുണ്ട്. 4000 പേര് ഇൻ്റർവ്യൂവിന് എടുത്തിട്ട് ഫിൽറ്ററിങ്ങിന് വന്നപ്പോൾ എല്ലാത്തിനെയും മാറ്റിയിട്ട് അവസാനം വന്നിരിക്കുന്ന 4 പേര്. ഈ 4 പേരിൽ ഒരാളായിട്ടാണ് മിനു ഡൽഹിയിൽ അവിടെ ഓഫീസ് ഇൻ്റർവ്യൂവിന് പോണത്. അപ്പോൾ ഇവരുടെ ആസ്തി എന്ന് പറയുന്നത് 2022 ഉടമ്പടി എടുത്ത ആളാണ്. 2023 അവിടെ മദർ 2024 ഉടമ്പടി എടുത്ത ആളാണ്. അമ്മയും മകളും പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണത്. ആ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള സമയത്തൊക്കെ വന്ന് കൃത്യമായിട്ട് പുതുക്കുകയും അല്ലാത്തപ്പോഴും ഓൺലൈനിൽ പുതുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവർ ആ ഉടമ്പടിയുടെ പ്രൊവിഷനിലനുസരിച്ച് ആ ഒരു പവറിലാണ് ജീവിക്കണത്. പവറിൽ ജീവിക്കുമ്പോൾ ഉടനെ ഒരു ദിവസം ഈ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ബൈബിള് എടുത്ത് കർത്താവ് എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവർ ബൈബിൾ ഓപ്പൺ ചെയ്യും. കർത്താവ് ഈ ഇൻ്റർവ്യൂ എന്ന് പറയണത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷിൽ വർഷങ്ങൾ ജീവിച്ചുള്ള ആൾക്കാർ ഭയങ്കര ഹൈ ഫ്ലുവൻ്റ് ഇംഗ്ലീഷും ഹൈ ഫ്ലുവൻ്റ് എക്കണോമിക്സും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഞാനിവിടെ എടുത്തത് എനിക്കറിയാം, അത് നോട്ട് ബൈ മെറിറ്റിലാണെന്നറിയാം. അതാണ് വിഷയം. ഈശ്വരനോട് അവർ സംസാരിക്കണമെന്ന് വെച്ചാൽ അവർക്കറിയാം ഈ പ്ലേസ്മെൻറ്റ് വന്നപ്പോൾ 4000 നിന്ന് ഫിൽട്ടർ ചെയ്ത് 4ലേക്ക് വന്നപ്പോൾ അതിലൊരാളായിട്ട് ഇൻ്റർവ്യൂ വരുമ്പോൾ ഇവർക്കറിയാം, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് നോട്ട് ബൈ മെറിറ്റിൽ വന്നതാണ്. ഉടമ്പടിയുടെ പ്രൊവിഷൻ അതാണല്ലേ, എന്താണ് നമ്മുടെ കഴിവല്ല കർത്താവിൻ്റെ കൃപയെന്നും. അപ്പോൾ ഇതിനേക്കാൾ കഴിവുള്ള ആൾക്കാരൊക്കെ ഫിൽട്ടർ ചെയ്ത് പോയി. അതാണ് വിഷയം. ഇതിനേക്കാൾ കഴിവുള്ളവർ എക്സ്പീരിയൻസ് പല ബ്രിട്ടീഷ് ഓഫീസുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഫിൽട്ടറിങ്ങിൽ പോയി. ഇതിലേക്ക് ഇവർ സെലക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഇത് നോട്ട് ബൈ മെറിറ്റിൽ വന്നതാണെന്ന് എനിക്കറിയാം. ഞാൻ എളിമയോടെ അതുകൊണ്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ അവരെന്തെല്ലാം എന്നോട് ചോദിക്കുമെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല, എനിക്കൊരു ഐഡിയ തരണമെന്ന് പറഞ്ഞു. ഈ മേരി മേഡലിനും ഇങ്ങനെ ഒരാളാണ്, എന്താണ് എനിക്ക് ഐഡിയ ഇല്ലെന്ന് പറയണതാണ്. ഐഡിയ ഇല്ലെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരുടെയും പ്രശ്നമാണത്. മുന്നോട്ട് പോകാനൊരു ഐഡിയ ഇല്ല. എല്ലാ കുഞ്ഞുങ്ങളും എന്നെ കാണുമ്പോൾ ചെറുപ്പക്കാരെല്ലാവരും ചോദിക്കും, എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അവർക്ക് ഒരു 5 പ്രാവശ്യം ബീറ്റ് എഴുതിയിട്ടും തോറ്റിട്ട് പിന്നെ ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ വരികയും ഇനി ബീറ്റുമായിട്ട് മുന്നോട്ട് പോകണോ, ഒരു ഐഡിയ ഇല്ലെന്ന് പറയും. അതാ വേറെ എന്തെങ്കിലും ചെയ്യണോ, ഒരു ഐഡിയ ഇല്ലെന്ന് പറയും. അപ്പോൾ സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജൊക്കെ എടുത്തു കൊടുക്കും. പക്ഷേ എപ്പോഴും ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞ പോലെ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് പക്ക ഉടമ്പടിയിലായിരിക്കണം. അല്ല നമുക്കിങ്ങനെ, അതായത് ദൈവത്തിന് നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടി ഒരു നല്ല ഒരു ലെവലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ ആവശ്യമില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ കാര്യം ഉടമ്പടിയുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അവരോട് അപ്പം തന്നെ ദൈവം നേരിട്ട് അവരോട് സംസാരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ എന്ത് ചെയ്യണം, എവിടെ പോകണം, ആർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കണം, എല്ലാത്തിനെക്കുറിച്ചും വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ അവരോട് സംസാരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ അടയാളം കൊടുക്കും. അപ്പം അങ്ങനെ മിനു ഇതിന് പോകുമ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയണം, അവരെന്നോട് എന്നാ ചോദിക്കും. എനിക്ക് അതിനൊരു ഐഡിയ ഇല്ലെന്ന് പറയുമ്പോൾ കർത്താവ് ഇവളോട് പറയണത്, നീ 5 ഇപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ 5:13 കാണിക്കും. മത്തായിയുടെ 5:13 എടുത്ത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകിട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും. പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ഒരു വിഷയം. അതായത് ഈശോ പറഞ്ഞത് ചോദിക്കുന്നത് ബ്രിട്ടീഷ് ഹൈ കമ്മീഷൻ ഇൻ്റർവ്യൂവിനുള്ള കാര്യമാണ്. ഈശോ അവളോട് പറഞ്ഞിരിക്കുന്നത് ഉപ്പിൻ്റെ ഉറ പോകാതെ നോക്കിയാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന്. പക്ഷേ അതാണ് ദൈവം മറുപടി എന്ന് പറയണത്. അവളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഏത് ഹൈ കമ്മീഷനൊക്കെ പോയിക്കോ, അതൊക്കെ നിന്നെ സെലക്ട് ചെയ്യണമല്ലോ, അതൊക്കെ ഞാനാണ് അവിടെ നിന്നെ സെലക്ട് ചെയ്യണത്. പക്ഷെ നീ നോക്കേണ്ടത് എന്താണ്, ഉപ്പിൻ്റെ ഉറകെട്ട് പോകാതെ സൂക്ഷിക്കണം, ഉപ്പിൻ്റെ ഉപ്പത്തം. അപ്പോൾ ഇവളിങ്ങനെ കുറച്ച് നേരം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈശോയെ ഉപ്പിൻ്റെ ഉപ്പത്തം എന്താണെന്ന് ചോദിക്കും. അപ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് പറയും, വിശ്വാസപരമാണ്, വിശ്വാസത്തോടെ ചെല്ലാൻ പറയും.
അതോടുകൂടി അത് ഇവർക്ക് ഭയങ്കര ലൈറ്റായി. എന്താ കാര്യം? നീ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വിശ്വാസത്തോടെ അല്ല ചെല്ലണത്. വിശ്വാസം വേറെ, വിശ്വാസ പ്രമാണം വേറെ. ഇത് അവൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയുന്ന അബദ്ധമാണ്. നമ്മളതൊരു പ്രാർത്ഥന പോലെയാണ് ചെല്ലണത്. വിശ്വാസ പ്രമാണത്തിനകത്ത് നല്ല TMD ഉള്ളതാണ്, നല്ല ഇന്ധനമുള്ളതാണ്. പക്ഷെ നമ്മളത് ഒരു പ്രാർത്ഥന പോലെയാണ് ചെല്ലുന്നത്. നമുക്ക് വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലാൻ പറ്റത്തില്ല. അതൊരു പ്രഖ്യാപനമാണ്, പ്രൊക്ലമേഷൻ പ്രെയറാണത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനോട് മറുചോദ്യം ചോദിച്ച് വെദർ ഐ ആം ബിലീവ് ഇൻ ഓർ നോട്ട്, അതർവൈസ് ഇറ്റ് ഈസ് എൻ ഓട്ടോമാറ്റിക് റെസിറ്റേഷൻ. അങ്ങനെ നമ്മൾ മനസ്സിനോട് തന്നെ മറുചോദ്യം ചോദിച്ച് ഉറപ്പ് വരുത്തരുത്. എന്താണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് എന്താണ്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ശരിക്കും ആ ഏകദൈവത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അതൊരു മാനസിക നിലപാടാണ്. അത് ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രായമാകുന്നതനുസരിച്ചുകൊണ്ട് അതും ഇങ്ങനെ വിശ്വാസം വളർന്നുകൊണ്ടേയിരിക്കും. വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതേസമയം തന്നെ നമ്മൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് പറഞ്ഞാൽ എന്താണ്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയണത്? അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ എന്തൊക്കെ അങ്ങനെ ചൊല്ലിപ്പോകാൻ പറ്റത്തില്ല. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയണത്? പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെ പറയുമ്പോൾ കൈകൾ കൂപ്പി കണ്ണ് നിറഞ്ഞ് തല കുനിച്ചൊക്കെയാണ് ഞങ്ങൾ പറയണത്. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് കന്യാമറിയത്തിന് പിറന്ന് പറയുമ്പോൾ മുട്ടേ നിൽക്കണം. അതാണ് വിഷയം. വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സംഭവം അല്ലത്. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഒരു ജന്മം മൊത്തം നമ്മൾ ജീവിച്ചാലും ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഇങ്ങനെ ദൈവാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവളോട് പറയണത്. നീ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വിശ്വാസത്തോടെ ചെല്ലുക, ബാക്കിയുള്ളത് അവിടെ ഡൽഹി വെച്ച് നമുക്ക് കാണാമെന്ന് പറയും. അത്രയും കറക്റ്റായിട്ടാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ആത്മീയ കാര്യങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധം, കണക്ഷൻ പോകാൻ നോക്കാൻ പറയും. അത് എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് അതാണ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഉടമ്പടി വഴി ദൈവമായിട്ട് ഉഭയകക്ഷി ബന്ധമാണ് തന്നിരിക്കുന്നത്. ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവമായിട്ടുള്ള ദൈവം നമ്മളോട് കാണിക്കുന്ന അതേ ബന്ധത്തിൻ്റെ ആക്കത്തൂക്കമനുസരിച്ച് നമ്മൾ അതിൽ തിരിച്ച് കാണിക്കണം. ഇവിടെയാണ് മേരി മാഗ്ഡലിൻ ശരിക്കും വേറെ ഒരു തലത്തിലേക്ക് പോണത്. കാര്യം എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും മേരി മാഗ്ഡലിൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കുകയാണ് വെളുപ്പിനെ രാത്രി. എന്നിട്ട് കുന്തിരിക്കവും അകിലും മീറയും എടുത്ത് ഇടിച്ച് കുറുക്കി അതൊരു പാത്രത്തിലാക്കി. അത് 2-3 കിലോ വേണേ ആ സാധനം. അപ്പോൾ എന്ത് കഷ്ടപ്പെട്ട് കാണും ആ കക്ഷി. അതെല്ലാം എടുത്ത് ചുവന്ത് വെളുപ്പിനെ പോവുകയാണ്. ആൾക്കാർ എഴുന്നേക്കണ മുമ്പ് പോകണം ഈ സാധനം തെളിയിച്ചുകൊണ്ട്. ഇത് പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ അപ്പോസ്തലന്മാരെല്ലാം പുറകിലായി പോണത്. ഈ പ്രേക്ഷിത വരെയെന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തിൽ നിന്നാണ് വരണത്? ഈശോയോടുള്ള ആത്മബന്ധത്തിൽ വരണതാണ്. അവിടെ ഒരു ആത്മബന്ധത്തിൽ ആ ഒരു മേരി മാഗ്ഡലിൻ്റെ യാത്രയിൽ ഒറ്റ ആശങ്കയേ ഉള്ളൂ. എന്താ ആശങ്ക? കർത്താവിൻ്റെ കല്ലറയുടെ വാതിക്കലെ കല്ല് ആര് മാറ്റി തരുമെന്ന് മാത്രമേ ആശങ്കയുള്ളൂ. അല്ല ഇരുട്ടാണല്ല, കള്ളന്മാർ പിടിക്കുക, എന്നെ ഒരു പൊക്കിക്കൊണ്ട് പോവുക, ഇങ്ങനെയുള്ള അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ആശങ്കകളാണ്. ഒരു സുവിശേഷ വേല നീ ചെയ്യുമ്പോൾ നിനക്കുണ്ടാകുന്ന ആശങ്കകളെല്ലാം നിങ്ങളെ ബാധിക്കുന്ന ആശങ്കകൾ. വല്ലവരും എന്നെ കളിയാക്കുക, വല്ലവരും എന്നെ ചീത്ത പറയുക, എന്നെ ആക്ഷേപിക്കുക. അവിടെ ഞാനാണ് ദൈവം. മനസ്സിലായ? നിങ്ങൾ ദൈവവേല ചെയ്യാൻ പോകുമ്പോഴും നമ്മളെ ശ്രദ്ധിച്ചില്ല മനസ്സിലാകും നമ്മളാണ് ദൈവം. അതുകൊണ്ടാണല്ല അയ്യോ ഞാനങ്ങനെ പറയാം ആൾക്കാർ മാറട്ടെ, ഓരോരുത്തർക്ക് കൊടുക്കാം, കൂട്ടത്തിപ്പ് കൊടുത്താൽ അതിനെ കളിയാക്കുകയും എന്ത് ചെയ്യും. അപ്പം ഇങ്ങനെ ഓരോരോ കാര്യം നീ ചെയ്യണതും അല്ലെങ്കിൽ കൂട്ടിന് ആളെ വിളിക്കുകയും
ആളെ വിളിക്കുന്നതെല്ലാം എന്താണ്? എനിക്കുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയാണ് നമ്മൾ. പേഴ്സണൽ സെക്യൂരിറ്റിയാണ് എടുക്കണത് എപ്പോഴും. സുവിശേഷ വേലയ്ക്ക് എടുക്കുന്നത് പേഴ്സണൽ സെക്യൂരിറ്റി ആകുമ്പോൾ അത് സുവിശേഷ വേലയാകത്തില്ല. സുവിശേഷ വേലയ്ക്ക് മേരി മാഡലിനാണ് ഒരു മാതൃക. അവരെന്താ പറയണത്? കല്ല് ആരെടുത്ത്, ഇവർ സ്ത്രീയാണ്, അത് കല്ലെന്ന് പറയണത് എനിക്കറിയാമല്ലോ. കല്ല് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിൻ്റെ കല്ലറയിൽ പോയ സമയത്ത് ഞാൻ ലാസറിൻ്റെ കല്ലറയുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഭയങ്കര പാടാണ്, ഇഴഞ്ഞ് കയറണം. കാര്യം അതിൻ്റെ പ്രധാന വാതിൽ അടച്ചിരിക്കുകയല്ലേ. അത് വലിയ ഒരു കല്ലാണത്. ഇത്രയുള്ള ഒരു 6 അടി 7 അടിയുള്ള പൊക്കമുള്ള നല്ല 1 അടി വീതിയുള്ള പാറക്കഷ്ണം തന്നെയാണ്. അതാണ് ഇവർ പറയണത്. ഇത് ആരെടുത്ത് നമുക്ക് മാറ്റിത്തരും? അതിനൊരു ഐഡിയയും ഇല്ലെങ്കിലും വീരിട്ടത്ത് വെച്ച് പിടിക്കുന്ന ആൾ. ഈ ഒരു ഐഡിയ അപ്പോഴോട് ആശങ്ക പുള്ളിക്ക് അതേ ഉള്ളൂ. അല്ലാതെ കള്ളന്മാരെ പൊക്കിക്കൊണ്ട് പോവുക, ആരും ഉപദ്രവിക്കുക, അങ്ങനെ ഒരു ആശങ്ക, തന്നെക്കുറിച്ചുള്ള ആശങ്കയല്ല. കർത്താവിൻ്റെ കല്ലറയിൽ ഇത് ചെയ്യാൻ വേണ്ടി, പ്രേക്ഷിത വേല ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ? അതാണ് ആശങ്ക. ഭയങ്കര ഒരു ആശങ്കയാണ്. ശരി, വെച്ചാൽ പ്രേക്ഷിത വേലയെ അടിസ്ഥാനപ്പെടുത്തുന്ന ആശങ്കയാണ്, അല്ലാതെ നമ്മുടെ പേഴ്സണ വ്യക്തിയെ അടിസ്ഥാനപ്പെടുന്ന ആശങ്കയല്ല. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, അങ്ങയെ അറിയാത്തവരെ അറിയിക്കുമ്പോൾ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോൾ, എന്നെക്കുറിച്ചും എൻ്റെ സൽപ്പേരിനെ കുറിച്ചുമുള്ള ആശങ്കകളല്ലാതെ അങ്ങയ്ക്ക് പ്രേക്ഷിത വേല ചെയ്യാനുള്ള തടസ്സങ്ങളെ കുറിച്ചുള്ള ആശങ്കകളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അതിനെ പ്രതിരോധിക്കുവാൻ എനിക്ക് പോംവഴികൾ തരണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈശോയുമായി ഉടമ്പടി ആകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളാണ് ഇവിടെ ചെയ്യണത്. പക്ഷെ അതിൻ്റെ ഹൃദ്യമായ ആത്മബന്ധമായ കാര്യങ്ങൾ ചെയ്യണത് ദൈവസ്നേഹത്തിൻ്റെ പുകഴ്ചയിലാണ്. ഓരോ പടി കഴിയുമ്പോഴും ദൈവസ്നേഹം നിങ്ങളിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി ഈ ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ശരിക്കും ദൈവസ്നേഹം വർദ്ധിച്ചു വരും. ഉടമ്പടിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആശങ്കകളെ, നിങ്ങളുടെ ജോലി, തൊഴിൽ, വിവാഹം, ഇങ്ങനെയുള്ള ആശങ്കകളെ കർത്താവ് അഭിഷേകം ചെയ്തിട്ട് അത് കർത്താവ് ഏറ്റെടുത്തിട്ട് നിങ്ങളതിൻ്റെ ആശങ്കകളുടെ തീയും പുകയും ഏൽപ്പിക്കാത്തിരുതി കൊണ്ടുപോകും. ഉടമ്പടി ചെയ്തിട്ടും ഉടമ്പടി 1-2 പുതുക്കിയിട്ടും ഈ ജീവിതത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിയില്ലെങ്കിൽ, അത് തന്നെയാണ് ഇപ്പോഴും ആശങ്കകളെങ്കിൽ വരാൻ പോകുന്നൊരു വിഷയമെന്ന് പറയണത്, നമ്മൾ ദൈവമായിട്ട് ആത്മബന്ധത്തിലാവുകയോ അഭിഷേകം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ അർമിയ എന്നൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. അർമിയ ഒരു കോളേജ് പ്രൊഫസറാണ്. ആ സാക്ഷ്യം നിങ്ങളെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നണം. ആ സാക്ഷ്യം കേൾക്കേണ്ടതാണ്. അർമിയുടെ സാക്ഷ്യം തന്നെ അർമിയ 300 കല്യാണാലോചനകളാണ് വന്നിരിക്കുന്നത്. അതാണ് വിഷയം. നിങ്ങൾക്ക് 3 കല്യാണാലോചന വന്ന് നടന്നില്ലേ പിന്നെ അമ്മ അപ്പം തന്നെ എന്താടി എന്ത് മോളെ എന്താ നമുക്ക് തന്നെ ഇങ്ങനെ വന്നെ എന്താണെന്ന് പറഞ്ഞ് ഇല്ലാത്ത ഈ വെളിവുകേടും പറഞ്ഞു നടക്കും. ചേടത്തിമാരുടെ വെളിവുകേടെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ദൈവത്തിനെ എടുത്ത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സ്റ്റഫല്ല. അതാണ് പ്രശ്നം.
എനിക്ക് പോലും കേട്ടിട്ട് ദേഷ്യം തന്നെ. പക്ഷേ ഒരു 2-3 കാര്യങ്ങളൊന്ന് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ചേട്ടത്തിമാരുടെ ഐസി അടിച്ചു പോകും. എന്താണ് പോലെ എല്ലാം നിൻ്റെ കൂട്ടുകാരൊക്കെ കെട്ടിപ്പോയില്ല, അപ്പുറത്തെ അയൽവാസികളെല്ലാം കെട്ടിപ്പോയില്ല എന്ന് പറഞ്ഞ് ഈ വെറുതെ നിൽക്കുന്ന മകളെ ഇവർ ഭ്രാന്ത് പിടിപ്പിക്കും, അമ്മ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഇനി അവളെ എന്തെങ്കിലും ചെയ്യാൻ തെറ്റിപ്പോയി, അവൾ എഴുന്നേക്കാൻ അവൾ ഇത്തിരി രാത്രി ഇരുന്ന് പഠിച്ച കാരണം രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ നിൻ്റെ ഈ കിടപ്പാണ് ഈ കല്യാണം നോക്കാത്ത. ഇതിന് എല്ലാ സാധനം കൊണ്ട് അമ്മമാർ കൊണ്ടുവന്ന് മക്കളുടെ അപ്പോൾ അവർ പറയും തള്ളെ ഒന്ന് വായിട്ട് മിണ്ടായിരിക്കാൻ പറയും. വെറുതെ തള്ളേന്ന് വിളിക്കാൻ വല്ല കാര്യമുണ്ടാകും. തള്ള ഭ്രാന്തിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതാണ് പക്ഷെ അതാണ് അവരങ്ങനെ തള്ളേന്ന് വിളിക്കണത്. അത് ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ നിങ്ങൾക്കൊരു നിങ്ങൾ ഈ അമ്മമാർ വയസ്സാകും തോറും തൊട്ട് അമ്മമാർക്ക് മക്കളുടെ നിങ്ങൾക്ക് 23 വയസ്സുള്ള മകളുണ്ടെങ്കിൽ അവളുടെ അമ്മയാണ് നിങ്ങൾക്കുള്ള ബോധം ഉണ്ടാകണം. 23 വയസ്സുള്ള മകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ അമ്മയാണ് ഞാനെന്ന് ബോധം നിങ്ങൾക്കുണ്ടാകണം. കാര്യം മക്കളുടെ പോലും ആധ്യാത്മിക വളർച്ചയില്ലാത്ത അമ്മമാരുണ്ട്. ഇപ്പം ഈ ദിവസങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളുടെ സമരം ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ. അപ്പോൾ അവർ ഈ നീറ്റ് പരീക്ഷ മാറ്റി വെച്ചപ്പോൾ 20 മറ്റേ മക്കൾ മരിച്ചു, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാണ് ചർച്ച അവസാനം ചെന്നെത്തിയത്. അപ്പോൾ ഞാൻ തന്നെ അത് ചർച്ച തീർച്ചയായിട്ടും ഗവൺമെൻറ് മാറ്റി വെച്ചാണല്ലോ, സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. പക്ഷേ അതല്ല ഞാൻ ചിന്തിച്ചതേ, ഈ കുഞ്ഞുങ്ങൾ എന്താണ് അപ്പോൾ ഈ മറ്റുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെന്താ ആത്മഹത്യ ചെയ്യാതിരുന്നത്? 12 ലക്ഷം കുഞ്ഞുങ്ങൾ എഴുതണില്ലേ ഇല്ലേ? അപ്പോൾ 12 ലക്ഷം കുഞ്ഞുങ്ങൾ എഴുതുമ്പോൾ എങ്ങനെയാലും 1-2 ലക്ഷം സീറ്റേ ഉള്ളൂ, ബാക്കി 10 ലക്ഷത്തിനും സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഈ 10 ലക്ഷം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യണ്ടേ? അപ്പോൾ പരീക്ഷ മാറ്റി വെച്ചെന്ന് പറഞ്ഞ് കുറേ പിള്ളേർ ആത്മഹത്യ ചെയ്യാൻ പോകണത് എങ്ങനെ ചെയ്യണത്? അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ അമ്മമാരെ പറഞ്ഞു അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ചാൽ, അതായത് എൻ്റെ അമ്മ ഉണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ കുഴപ്പം, വീട്ടിൽ നാട്ടിൽ എവിടെയെങ്കിലും മരണം നടന്നാൽ ഒരു ബന്ധമില്ലെങ്കിൽ അമ്മ ഇരുന്ന് നിലവിളിക്കണ കാണാം. അപ്പം അപ്പനാണെങ്കിൽ എപ്പോഴും പറയും നിന്നെക്കൊണ്ട് തോറ്റെന്ന് പറയും. അമ്മയുടെ നേച്ചർ അതാ. അത് കാരണം എന്തെങ്കിലും മരണം നടന്നാൽ ഇവിടെ വന്ന് കുറി പോലും കാണിക്കത്തില്ല. അപ്പം കൊണ്ടുപോയി വണക്കവാളപ്പുറത്തിനകത്ത് വെക്കും. കുറി കാണിച്ച് അവിടെ നിന്ന് ആ ദിവസം മുഴുവൻ നിലവിളിക്കും. ഇത് നമ്മുടെ കുട്ടികളെ എന്തുമാത്രം ബാധിക്കണമെങ്കിൽ അറിയാമോ? നമ്മൾ ആവശ്യമുള്ള ഇല്ലാത്തതിനൊക്കെ ഇങ്ങനെ അമ്മമാർ നിലവിളിക്കാൻ പോയാൽ എന്തു ചെയ്യും? കുട്ടികൾക്കുള്ള ആത്മവിശ്വാസം പോകും. അതാണ് ഏറ്റവും വലിയ വിഷയം. അത് ഒന്നാമത്തെ കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾ നിലവിളിക്കരുത്. ഒന്നുമില്ല ഒരു 10-12 വയസ്സ് താഴെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നിലവിളിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അപേക്ഷ. അപ്പം അങ്ങനെ റെക്കറിങ് ആയിട്ട് നിലവിളിച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ ആത്മവിശ്വാസം അവരെ ഓടി വന്നെ അമ്മയുടെ തല വന്നത് ഓരോ കാര്യം ചോദിച്ചുകൊണ്ട്. അപ്പം വീട്ടിലുണ്ടാകത്തില്ലല്ലോ. അപ്പനോട് ചോദിച്ചാൽ ചില വഴക്കം കേൾക്കും. അവർ ഓടി വന്ന് ആശ്രയം അണയണത് അമ്മയെടുത്താണ്. അമ്മ ഇങ്ങനെ മോങ്ങിക്കൊണ്ട് എല്ലാ ദിവസവും ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് ഉറക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യം മതി അവർ ആത്മഹത്യ ചെയ്ത് കളയും. അതൊരു നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഉടമ്പടി എടുത്തിരിക്കുന്നവരാദ്യം തീരുമാനിക്കണം, ഞാനിനി ഒരു കാര്യത്തിനും കരയത്തില്ലെന്ന് തീരുമാനിക്കണം. പിന്നെ ഇതിൻ്റെ കണ്ണീരെന്ന് പറയുമ്പോൾ ദൈവസ്നേഹം കൊണ്ട് കണ്ണീരൊക്കെ വരും, അതല്ല. ഈ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശം കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മൾ കരയണത് കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്ത് പ്രയോജനമുണ്ട്? ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് വേറെ എന്തെങ്കിലും ചുറ്റിക്കളി തുടങ്ങിയെന്ന് വിചാരിച്ചോ, ഉടനെ നിങ്ങൾ ഇവിടുന്ന് മോങ്ങി അല്ലെങ്കിൽ അയാളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിരട്ടാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. ഇനി നിങ്ങൾ ചിലർ വീട്ടിൽ പോയി നിൽക്കും സ്വന്തമായിട്ട്, അപ്പോൾ അയാൾക്ക് എളുപ്പമായില്ലേ അവളെ പഠിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ? അത് ബുദ്ധിമോശമാണ് നമ്മൾ കാണിക്കണത്. ഇതിനൊക്കെ ശരിക്കും ഉടമ്പടി നിങ്ങൾ സ്നേഹത്തിൽ കൊണ്ട് നിർത്തും. എടുക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, ഉടമ്പടിക്ക് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഉടമ്പടിയല്ലേ ചെയ്യണത്. ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ നമ്മളൊരു വ്യക്തി ഉടമ്പടിയിലാണെന്ന് ദൈവം അംഗീകരിക്കണം. എങ്ങനെയാണ്? ആ ഉടമ്പടി അനുസരിച്ച് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് വരുമ്പോൾ ചില സമയത്ത് നമ്മളിന്ന് പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ ദൈവം നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെടും. അത് നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവം എന്താണ് നമ്മളിന്ന് ആഗ്രഹിക്കണമെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
നമുക്ക് അങ്ങനെ ഒരു ഇരുട്ടിത്തപ്പലുണ്ട് ആത്മീയ ജീവിതത്തിന്. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ, നിറഞ്ഞാൽ മാത്രമേ ദൈവം നമ്മളോട് എന്താണ് പറയണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ ഓർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം അച്ഛാ? ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയാൽ മതിയാ? പാട്ട് പാടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചോ വേണമെങ്കിൽ. പാട്ട് പാടിയാൽ വരണ സംഭവമല്ല. നമുക്ക് ആകെപ്പാടി ഞാൻ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് നിറയാൻ 2 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങളെന്താ പ്രശ്നം? നമ്മളതിൻ്റെ ഒരു എക്സർസൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിലാണ് ഈ വചനം എഴുതിയിരിക്കുന്നത്, ഇല്ലേ? പത്രോസ് പറയുന്നുണ്ട്, അത് വ്യക്തിപരമായ വ്യാഖ്യാനത്തിന് വേണ്ടിയല്ല, അത് ദൈവത്തിൻ്റെ മനുഷ്യർ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതിയതാണെന്ന് പറയുന്നുണ്ട്. അല്ലേ? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പത്രോസ് 1:20-21. 2 പത്രോസ് 1:20-21. ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ. വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിനുള്ളതല്ല. എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചവയാണ്. This is my point. ബൈബിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി എന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചതാണ്. ദൈവത്തിന്റെ മനുഷ്യർ സംസാരിച്ചു. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം എടുത്ത ഉടനെ നമ്മൾ കിസ് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വേർഡ് ഓഫ് ഗോഡ് അനോയിൻറ്റഡ് ആണ്, അത് ഇൻസ്പയർഡ് ആണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചുംബിക്കുന്നത്. ചുംബിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മാവിന് എഴുതപ്പെട്ടതാണ് വചനം. നമ്മൾ പരിശുദ്ധാത്മാവ് നിറയണമെങ്കിൽ എളുപ്പമാർഗം എന്താണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് എഴുതപ്പെട്ട വചനം പതുക്കെ ദൈവസ്നേഹത്തോടെ വായിക്കണതാണ്. ഉടമ്പടിയിൽ 1/2 മണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിരിക്കണില്ലേ? അത് പത്രം വായിക്കണവർ വായിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ 10 മിനിറ്റാണ് വായിക്കണത്, 3 നേരം വായിച്ചോയെങ്കിൽ വായിച്ചോ, കുഴപ്പമില്ല. പക്ഷേ ആ 10 മിനിറ്റ് പതുക്കെ പതുക്കെ വായിക്കണം. എന്താ കാര്യം? വായിച്ച് നമ്മുടെ മനസ്സിനെ കേൾപ്പിച്ച് വായിക്കണം. അപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ, വായിച്ച് നമ്മൾ തന്നെ ആന്തരിക മനുഷ്യനെ ആണല്ലോ നമ്മൾ ബാഹ്യ മനുഷ്യനെ വായിക്കണത്, ആന്തരിക മനുഷ്യനെയാണ് ഇത് കേൾപ്പിക്കണത്. കേൾപ്പിച്ച് വരുമ്പോൾ നമ്മൾ ദൈവസ്നേഹം നിറയും. ഈ ദൈവസ്നേഹം നിറയണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാ പ്രവർത്തിക്ക് മാത്രമേ ദൈവസ്നേഹം നിറയത്തുള്ളൂ. കാര്യം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിലൊന്നാണ് ദൈവസ്നേഹം. Take the word of God. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. റുഹായേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. റുഹായേ നീ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ പ്രാവായി വാ, റുഹായേ നിറവായി വാ, റുഹായേ കാറ്റായി വാ, റുഹായേ തീനാവായി വാ, റുഹായേ പ്രാവായി വാ, റുഹായേ നിറവായി വാ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഗലാത്യ 5:22. ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അപ്പൊ ആത്മാവിന്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹമാണ്. അപ്പോൾ നമ്മളിൽ ദൈവസ്നേഹം, നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം അദമ്യമായ സ്നേഹത്തോടെ വെളിപ്പെടുത്തിയതാണ് കർത്താവിൻ്റെ വചനങ്ങൾ പരിശുദ്ധാത്മാവിൽ. ഇത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ എന്താ ഗുണം? പെട്ടെന്ന് ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ പോകും. അപ്പോൾ അതിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ കൂടെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ്? സ്നേഹം, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. കണ്ട, ഇത് ഉടമ്പടിയുടെ ഒരു പാർട്ട്ണറിൻ്റെ മുഖമുദ്രയാണിത്. അതെപ്പോഴും ഇതുണ്ടോയെന്ന് നോക്കണം നമ്മൾ. ഇങ്ങനെ ഒരാളിന് മാത്രമേ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉടമ്പടി പുരോഗമിക്കത്തുള്ളൂ. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. കണ്ട, അപ്പം ചില വീട്ടിൽ ചില വിഷയങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വിഷയങ്ങളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ ഇപ്പം സംസാരിച്ചിട്ട് ശരിയാകത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരെ ജയിക്കാൻ വേണ്ടി ചിലപ്പോൾ അമ്മായിയമ്മ അല്ലെങ്കിൽ മരുമോള് നിങ്ങളുടെ വീട്ടുകാരെക്കുറിച്ച് പറയും. അപ്പോഴേ ഇപ്പം അത് സംസാരിച്ചില്ലെങ്കിൽ അപ്പം നിങ്ങൾ പറയും, ഞാൻ ഉടമ്പടി എടുത്ത കൊണ്ടാണ്, അല്ലേ കാണിച്ചു തരാം. അപ്പം തന്നെ തീർന്ന് പരിപാടി. ഉടമ്പടി അവിടെ പൊട്ടി, അപ്പം തീർന്ന്. മിണ്ടരുത്. എന്താണ് കാര്യം? ഇവിടെ കാര്യം യു ആർ ഇൻ കവനൻ്റ്. ആ കവനൻ്റ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ചുമ്മാ കാടനും മുടനെയും വന്ന് കവനൻ്റ് ചെയ്യാൻ പറ്റുമോ? കവനൻ്റ് ദൈവത്തോടല്ലേ ചെയ്യണത്. ആ ബോധം നമുക്കുണ്ടാകണ്ടേ. അതെന്താണ്? സ്നേഹം കഴിച്ചിട്ട് സ്നേഹം. പിന്നെ എന്താണ്? ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹം തന്നെയാണ്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സുവിശേഷം സ്വീകരിക്കുന്നവരുടെ ക്ഷമ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ്. അവരെ ഒന്നും തോൽപ്പിക്കാൻ പറ്റത്തില്ല. അതെന്താ വെച്ചാൽ അതുകൊണ്ടാണ് ഒരു ലോകത്ത് എത്രയോ മിഷണറിമാരെയാണ് ഓരോരോ സർക്കാരുകൾ ജയിലിലിട്ട് കൊല്ലണത്. എന്നിട്ട് മിഷണറി തീർന്നാ ഇവിടെ? മിഷണറി ജോലി തീർന്നാ ഇവിടെ? ഇല്ല. അവരുടെ രക്തത്തിൽ പുതിയ മിഷണറിമാർ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഇതൊരു മതം മാറ്റമല്ല, ദൈവ പരിവർത്തനമാണ്. അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവൻ തീർച്ചയായിട്ടും ദൈവത്തിന് കൈകാര്യം കൊടുക്കും. നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു വാക്ക്, ഒരു നീചമായ വാക്ക് സംസാരിച്ചിട്ടില്ല. സംസാരിച്ചിരിക്കണത് എന്താണ്? നിങ്ങൾ ദൈവത്തെ അറിയണം. അറിഞ്ഞ ദൈവത്തെ നിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി അവിടെ മുമ്പിൽ ആ സ്നേഹത്തിൻ്റെ സാക്ഷിയായി ജീവിക്കണം. അതാണ് സംഭവം. ദൈവപരിവർത്തനം എന്ന് പറയും. ദൈവപരിവർത്തനം. ദൈവത്തെ കണ്ടറിഞ്ഞാൽ ആ ദൈവത്തെ കൈമാറണം. ഉടമ്പടി സ്വാഭാവികമായിട്ട് ഈ ദൈവസ്നേഹത്തിലുള്ള വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. ദൈവസ്നേഹത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കും. എന്താ കാര്യം? നല്ല ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ സ്നേഹമുണ്ടാകും. പിന്നെന്താണ്? ക്ഷമയുണ്ടാകും. പിന്നെന്താണ്? ദയ ഉണ്ടാകും, നന്മയുണ്ടാകും, വിശ്വസ്തതയുണ്ടാകും. അപ്പം നിങ്ങളോർക്കും എല്ലാവർക്കും ഈ ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് നടക്കണവന്മാർക്ക് അറിയതുണ്ടോ? ക്രിസ്ത്യാനികളെന്നും നടക്കണവന്മാർക്ക് അതെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം നമുക്കറിയാമല്ലോ, ഓരോ മനുഷ്യൻ്റെ കാട്ടായങ്ങൾ കണ്ടിട്ടില്ലേ? ഓരോ മനുഷ്യരുടെ സ്വഭാവം കണ്ടിട്ടില്ലേ? അവരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് യന്ത്രത്തിൽ നിന്ന് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ വിടണ പോലെ കുറേ ആൾക്കാർ ക്രിസ്ത്യാനിയുടെ മാതാപിതാക്കന്മാരെന്നും പറഞ്ഞ് അവരുടെ മക്കളിൽ നിന്ന് ജനിച്ചിട്ടുള്ള കുറേ മക്കളുണ്ട്. അവർ ക്രിസ്ത്യാനിയുടെ പേരിട്ട് നടക്കണമെന്നല്ലാതെ ക്രിസ്തുവുമായിട്ട് ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. പക്ഷേ നീ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ക്രിസ്തുവിനെ അറിയണത്. പക്ഷെ നിനക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ബന്ധം ക്രിസ്തുവുമായിട്ട് സഹിക്കാൻ പറ്റും. കാര്യം എന്താ? ക്രിസ്തു റിസർവ്ഡ് അല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു റിസർവ്ഡ് അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആരതിൻ്റെ അകത്ത് മുതൽ മുടക്കാൻ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കാൻ തയ്യാറാകുന്നുവോ, ദൈവം എല്ലാമാണ്, ക്രിസ്തു എല്ലാമാണ്
എല്ലാവരിലുമാണ്. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റൂഹായേ നീ കാറ്റായി വാ. റൂഹായേ തീനാവായി വാ. റൂഹായേ വെണ്പ്രാവായി വാ. റൂഹായേ നിറവായി വാ. റൂഹായേ നീ കാറ്റായി വാ. റൂഹായേ തീനാവായി വാ. റൂഹായേ വെണ്പ്രാവായി വാ. റൂഹായേ നിറവായി വാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൊളോസോസ് 3:11. കൊളോസോസ് 3:11. ഇവിടെ ഇവിടെ ഗ്രീക്കുകാരനെന്നോ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. ക്രിസ്തു റിസർവ്ഡ് അല്ലെന്ന്, പക്ഷപാതി അല്ലെന്ന്. കണ്ട, അതൊന്ന് വായിക്കണം. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. മനോഹരമാണെന്ന് നോക്കിയേ. ക്രിസ്തു എന്ന് പറഞ്ഞ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പൊ ക്രിസ്തുവിന് എല്ലാം ഉണ്ട്. എന്താ കാര്യം? നിന്റെ ജോലി, വീട്, വിവാഹം, എന്തെല്ലാം നീ ഒരു ജീവിതത്തിൽ പ്രസന്റിലായിരിക്കുന്നു അതിനെല്ലാം പരിഹാരമുണ്ട്. അതാണ് ക്രിസ്തു എല്ലാമാണ്. പിന്നെ എന്താണ്? എല്ലാവരിലുമാണ്. കത്തോലിക്കൽ മാത്രമല്ല, ക്രിസ്ത്യൻസിൽ മാത്രമല്ല. ആരാണ് സത്യസന്ധമായ ദൈവസ്നേഹത്തോടെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വളരാൻ ഉദ്ദേശിക്കുന്നുവോ അവർക്കെല്ലാം ക്രിസ്തുവിനെ ലഭിക്കുന്നതാണ്. മിനുവിൻ്റെ കാര്യം പറഞ്ഞില്ലേ? മിനു അമ്മയും ഉടമ്പടിയുടെ പക്ക ഉടമ്പടിയിലാണ് ജീവിക്കണവർ. പക്ക പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യണം. ഒരു തെറ്റുമില്ലാതെ ചെയ്യണം. അപ്പം ചെയ്യുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്താ ചെയ്യണത്? ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നീ വിശ്വാസ പ്രമാണം വൃത്തിയായിട്ട് ചെല്ലാൻ നോക്കിയാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം നീയല്ല, അത് ഞാനാണെന്ന് പറയും. അവിടെ ചെല്ലുമ്പോൾ ഡൽഹി ചെന്ന് കഴിയുമ്പോൾ ഊബർ വിളിച്ചിട്ട് ഊബർ കൊണ്ടുപോയി ഇവരെ, ടാക്സി കൊണ്ടുപോയി ഇവരെ ഈ ബ്രിട്ടീഷിൻ്റെ ഹൈ കമ്മീഷൻ്റെ ഓഫീസിൻ്റെ, അത് വലിയൊരു കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടിൻ്റെ കിഴക്കേ പടിക്കലാണ് ഇവർക്ക് ഇറങ്ങേണ്ടത്, അവിടെ ഓഫീസുള്ളത്. ഇതിൻ്റെ പടിഞ്ഞാറ് പടിക്കൽ കൊണ്ടാണ് ഊബർ ആക്കണത്. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്ന് കിഴക്കേ പടിക്കൽ വരണമെങ്കിലേ എങ്ങനെയായാലും ഒരു 15 മിനിറ്റ് എടുക്കും അവിടെ നടന്ന് വരാൻ. നടക്കാറല്ല, വേറെ ഒരു മാർഗ്ഗമില്ലല്ലോ. അപ്പം നടന്ന് കിഴക്കേ പടിക്കൽ വരുമ്പോൾ ഉടനെ ഈ മിനു പറയണെന്താ അറിയാവോ? കിഴക്കേ പടിക്കൽ, പടിഞ്ഞാറ് പടിക്കൽ എന്നെ കൂടെ ആക്കി, ഞാനിനി നടന്ന് കിഴക്കേ പടിക്കൽ വരണം. അതിന് 15 മിനിറ്റ് നടപ്പുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ജെറീക്കോ കോട്ടയാണ്, കർത്താവ് ഇത് പൊടിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്ന് പടിഞ്ഞാറ് കോട്ട ഇറക്കിയതാണ്. ഞാനിവിടുന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാൻ കിഴക്കേക്കോട്ടെ വിശ്വാസപ്രമാണം ചൊല്ലിയെത്തും. കണ്ടാ, ഒരു തടസ്സം വന്നപ്പോഴേ അയ്യോ ഞാനും ദൈവന് എനിക്കിങ്ങനെ സംഭവിച്ചല്ല, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചല്ല. ഇവർ പക്ക ഉടമ്പടിയിലായി. കാരണം പരിശുദ്ധമായി പറയാം, മകളെ ജെറീക്ക പൊടിക്കാൻ പോകുകയാണ്, നിന്നെ വിളിച്ചിരിക്കണത് അതാണ്, നീ ഇവിടെ നിന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. അവൾ ഓരോന്നുള്ള ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കിഴക്കേക്കോട്ടെ ചെല്ലും. കിഴക്കേക്കോട്ടെ ചെല്ലുമ്പോഴാണ് അവിടെ ഓഫീസ് ചെല്ലുമ്പോഴാണ് പറഞ്ഞ് കുറച്ച് വെയിറ്റുണ്ട്, നിങ്ങളുടെ അരമണിക്കൂർ നേരത്തെയാണെന്ന് പറയും. എന്നിട്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കുന്ന ഇൻ്റർവ്യൂ നോക്കണം. ഇൻ്റർവ്യൂ നോക്കുമ്പോൾ ഇൻ്റർവ്യൂ അല്ല, അവർക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടിയാണ് അവർ ചെന്നത്. പക്ഷേ അവർ പറയും എക്സാം ഉണ്ടെന്ന് പറയും. ഒരു ലാപ്ടോപ്പ് കൊടുത്തിട്ട് എക്സാം ഇടും. എക്സാം ഇടുമ്പോഴുണ്ട് അവർ പറയണ പല കാര്യങ്ങളും ഇവർക്ക് പിടിയല്ല. കാര്യം ഇവൾ നേരത്തെ വർക്ക് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് സൈനിക ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നത് ഇംഗ്ലണ്ടിലെ.
അപ്പോൾ ഇന്ത്യൻ മോഡ് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ ഇന്ത്യൻ മോഡ് പഠിക്കണം കേട്ടോ, ഇന്ത്യൻ മോഡ് ചിലപ്പോൾ GST എന്നൊക്കെ ചോദ്യം വരുമെന്ന് ചേച്ചിയും പറയുന്നുണ്ട്. ഇവർക്ക് GST ജസ്റ്റ് നോക്കി പരിചയമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ ഓഫീസായതാണെങ്കിൽ ബ്രിട്ടീഷിൻ്റെ ഹൈക്കമ്മീഷണർ ഓഫീസായ ഇന്ത്യൻ ഓഫീസായ കാരണം ഈ ഇന്ത്യൻ ചോദ്യങ്ങൾ, ഇക്കണോമിക്സ് കുറേ ചോദ്യങ്ങൾ വന്ന. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഈ ആൾ ലാപ്ടോപ്പിൽ ഈ സംഭവമൊക്കെ ചെയ്ത് കുറേ ചെയ്ത് ഇത് പൊളിഞ്ഞെന്ന രീതിയിൽ പാളിസായിപ്പോയി. പകുതി ചെയ്തെന്ന് തോന്നുന്നു, ബാക്കി പാളിസായിപ്പോയി. അമ്മയെ വിളിച്ച് പറഞ്ഞ്, പോയി കേട്ടാ, പണി പോയിരിക്കുകയാണ് കേട്ടാ എന്ന് പറയും. അപ്പോൾ അമ്മ എന്താ പറയണത്, നമ്മൾ ഉടമ്പടിയിലല്ലേ എന്താ പറയണത്? എന്താ കാര്യം? പോണതും പറഞ്ഞതല്ല തീരുമാനിക്കണത്, അമ്മയല്ല തീരുമാനിക്കണത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി പറഞ്ഞ് അടുത്ത ടെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അടുത്ത ടെസ്റ്റ് വീണ്ടും ഡൽഹി ചെല്ലുമ്പോഴും പിന്നെ ഇൻ്റർവ്യൂവിന് ഇവരോട് ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ അത് ആ പൊസിഷനിലേക്ക് ഒരാൾ അപ്പോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ചാലഞ്ചിങ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് മെഴുതിരിക്കുമ്പോൾ ഉടമ്പടി കാശ് കയ്യിരിപ്പുണ്ട്. അമ്മേ ഒരു വാക്ക് തരുവാന്ന് ചോദിക്കും. ഒരു വാക്ക് തരുവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ മേലോട്ട് നോക്കും. ഒരു വാക്ക് തരുവാ. അപ്പോൾ ഒരു വാക്ക് ഇവളുടെ തലേക്ക് നാക്കിൽ വരും. ആ വാക്ക് ഇവരോട് പറയും. അപ്പോൾ അവർ പറയും ഇറ്റ് ഈസ് ഇനഫ് എന്ന് പറയും. അവർക്ക് തന്നെ അറിഞ്ഞിട്ട് അവിടെ എന്താ പറഞ്ഞതെന്ന്. അത് നിങ്ങൾ ഉടമ്പടിയിൽ ഒരാൾ പോകുമ്പോൾ ഏത് കൊലകൊമ്പത്ത് പോയാലും നിന്നോട് എന്ത് ചോദിച്ചാലും ആൻസർ പറയാൻ ആളുണ്ട് അവിടെ. അത് ഈശോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഡൽഹിയിലെ കസരത്തിന് വേണ്ടി വിഷമിക്കരുത്, മര്യാദയ്ക്ക് ഉപ്പത്തം സൂക്ഷിക്കാൻ നോക്കിയാൽ മതിയെന്ന്. അതാണ് വിഷയം. അതാണ് ആദ്യം നിങ്ങൾ ദൈവരാജ്യം, അത് തന്നെയല്ലേ ഇത് 6:33. ആദ്യം നിങ്ങൾ ദൈവരാജ്യവും അതിന് നീതിയും കുറിച്ച് അന്വേഷിക്കുക. ഉടമ്പടിയെക്കുറിച്ച് എൻ്റെ മക്കൾ അന്വേഷിക്കേണ്ടത്. നിങ്ങൾ നിയോഗത്തെക്കുറിച്ചല്ല, നിങ്ങൾ ചെന്നെത്തുന്ന സ്ഥലത്തെക്കുറിച്ചും അല്ല. ബാങ്ക് തരുക, ലോൺ തരുക, ജപ്തി ആകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നിങ്ങൾ ഉടമ്പടി എടുക്കാത്തവർ അങ്ങനെയല്ല ചിന്തിക്കണത്. ഉടമ്പടി എടുത്തവരും അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുക്കാത്ത ആൾക്കാർ പോലായില്ലേ. എന്തൊരു നോൺസെൻസാണ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉടമ്പടിയിൽ എങ്ങനെ ഇങ്ങനെ ഉന്നതമായ നിലവാരമുള്ള ആൾക്കാരായിട്ട് ഉയരാൻ പറ്റും നോക്കണം. ഉടമ്പടി വഴി എങ്ങനെ ദൈവത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിടത്തോളം കാര്യം ബൈബിളിൽ ഏറ്റവും നല്ല സുന്ദരമായ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? നമുക്ക് യേശുക്രിസ്തു നൽകാൻ പോലും തയ്യാറായവൻ അവനോടുകൂടി ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? അതാണ് ദൈവത്തിന്റെ സ്റ്റാൻഡ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി പാപപരിഹാര ബലി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? അപ്പോൾ ദൈവത്തിന് എന്ത് നൽകുന്നതിന് ഒരു പഞ്ഞവുമില്ല. പിന്നെ നമ്മുടെ മുമ്പിലുള്ള റിസ്ക് എന്താ, ചലഞ്ച് എന്താ? ഉടമ്പടി നമ്മൾ വൃത്തിമയമായിട്ട് അതിൻ്റെ നിലവാരമുള്ള കാര്യം ഉടമ്പടിയിലെ നിലവാരം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ പവർ വർദ്ധിക്കും. ഈ ശ്രീഹരി എന്നും പറഞ്ഞ ഒരു മോനിവിടെ സാക്ഷ്യം പറഞ്ഞാൽ, ശ്രീഹരിയുടെ തൊണ്ടയ്ക്ക് മുഴയാണ്. തൊണ്ടയുടെ മുഴയും കൊണ്ട് ഇവൻ ഇടുക്കി മെഡിക്കൽ കോളേജ് ചെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തിട്ട് ഇവനോട് ഡോക്ടർ പറയും,
ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇനിയും കുറേ അന്വേഷണങ്ങൾ നടത്തണം. ചികിത്സ എപ്പോൾ തുടങ്ങണമെന്ന് അറിയാൻ പാടില്ല. ഡോക്ടർ ഇവരോട് പറയണം ഇതെങ്ങനെ ചികിത്സിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന്. ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് എന്നാൽ നിങ്ങൾ പോയിട്ട് ഈ മരുന്ന് ഒരു പാരസെറ്റമോൾ മാത്രം കൊടുത്ത്, എന്നിട്ട് നിങ്ങൾ ഇത് പോയി കഴിച്ചിട്ട് വാ, എന്നിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്താ ഉദ്ദേശിച്ചത്, ഇതിനെയും കൾച്ചർ ചെയ്ത് ഇതിനെ ഡെവലപ്പ് ചെയ്ത് വരുമോ, അതിൻ്റെ ഗ്രോത്ത് പരിശോധിച്ചിട്ട് ആ രോഗം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുതിയ ടെസ്റ്റുകൾ നടത്തിയിട്ട് അങ്ങനെ അത് അങ്ങേര് പറഞ്ഞാൽ കറക്റ്റാണ്, ഡോക്ടർ പറഞ്ഞാൽ കറക്റ്റാണ്. പക്ഷേ ഇവന് ഭയങ്കര സങ്കടമായി. ഡോക്ടർ വരെ ഇങ്ങനെ പറഞ്ഞ ഇത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ ഇവൻ പുറത്തിറങ്ങിയപ്പോഴുണ്ട് എന്താ പരിപാടി, അപ്പോൾ ഇങ്ങനെ മൊഴിയാണ് വന്ന് മാറണില്ല. ഡോക്ടർ പറഞ്ഞിട്ട് എന്താ മരുന്ന് കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് പാരസെറ്റമോൾ തന്നത് പനിയുള്ള കാരണം, ബാക്കി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, 2 ആഴ്ച കഴിഞ്ഞ് പറയാമെന്നൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് വെച്ചാൽ ഉടനെ ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി ആ മുഴയിൽ കുരിശിട്ട് 1.5 ദിവസം കഴിഞ്ഞപ്പോൾ മുഴ കാണാനില്ല. എൻ്റെ മക്കൾ, ഏറ്റവും വലിയ ഉടമ്പടി റിസ്ക് ദൈവം നിങ്ങളെ കള്ളിയായിട്ട് കാണരുത്. അതൊരു പ്രശ്നമാണ്. ദൈവം നിങ്ങളൊരു കള്ളനായിട്ട് കാണരുത്. എന്നാൽ ഇത് ഇപ്പോഴെങ്കിലും ചെന്ന് അവസാനിക്കത്തില്ല, മോശമായിട്ടേ പോകത്തുള്ളൂ ഇത്. കാര്യം ദൈവത്തിൻ്റെ മുമ്പേ നിങ്ങൾ കള്ളത്തരം കാണിക്കുന്നുവോ, ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി പാലിക്കാത്ത രീതിയിൽ വല്ലതും ഇരുട്ടുകൊണ്ട് ഓട്ടടക്കണം, വല്ല ഒറ്റ പ്രാർത്ഥനയും ഒറ്റ പള്ളിപ്പോക്കും കുടുംബ പ്രാർത്ഥന ആ പഴയ പരിപാടി തന്നെ ഉള്ളെങ്കിൽ കള്ളത്തരമാണ് ചെയ്യണത്. കാര്യം എന്താ, നമ്മൾ കർത്താവ് ചോദിച്ചില്ല വിശിഷ്യ നിങ്ങളെന്താണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി എടുത്ത ആൾക്കാർ തന്നെ ഉന്നത നിലവാരത്തിലാണ് അവർ ആ ഉടമ്പടി ചെയ്യണത്, ഉന്നത നിലവാരത്തിലാണ് ചെയ്യണത്. അപ്പോൾ ഓരോ ദിവസവും അവർ പുതിയ ദൈവസ്നേഹ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് പക്കാ ഉടമ്പടിയായി, ദൈവത്തിന് അവരെ കാണുമ്പോൾ അറിയാം അവരുടെ സ്വന്തം ആളാണെന്നറിയാം. ഇവിടെയാണ് ഈ മേരി മാഗ്ഡലിനൊക്കെ നമുക്കൊരു മാതൃകയായി വരണം. ഇതാണ് മേരി മാഗ്ഡലിൻ ചെന്ന് അവർ ഇതെല്ലാം ഈ അകലും കുന്തിരിക്കും മീറയും എല്ലാം സുഗന്ധ തൈലങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്ന് ഇരുട്ടത്ത് നിൽക്കുമ്പോഴുണ്ട്, ഈ കർത്താവിൻ്റെ കുഴിമാടത്തിൻ്റെ അകത്ത് നിൽക്കുമ്പോഴുണ്ട് അത് കല്ല് മാറ്റിയിരിക്കണ കാണുന്ന. അപ്പോൾ അവൾ നേരെ തിരിച്ചോടും, ഇരുട്ടത്ത് ഓടി പത്രോസിൻ്റെ തിരിച്ച് പറയും, വിളിച്ചെഴുന്നേപ്പിച്ച് പറയും ഞാൻ കല്ലറ പോയാടെന്ന്, പക്ഷേ കല്ല് മാറ്റിയിരിക്കണേ, കർത്താവിനെ കണ്ടില്ല, ആരോ എടുത്തോ മാറ്റിയെന്ന് പറഞ്ഞു. കാര്യം അവളോട് കർത്താവ് ഉയർത്തി നിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതാണ് വിഷയം, പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൾ വിചാരിച്ചിരിക്കുന്ന കർത്താവ് മരിച്ചവിടെ തന്നെ ഇരിക്കണം എന്നാണ് വിചാരിച്ചത്, എല്ലാവരെയും പോലെ. ഉടനെ അത് നോക്കാൻ വേണ്ടി പത്രോസും യോഹന്നാനും പുറകെ ഓടും. പത്രോസ് പ്രായമായത് കാരണം പുറകിലായിപ്പോയും, യോഹന്നാൻ മുമ്പേ ഓടും, കലറെടുത്തെത്തും. ഇവർ 3 പേരും കൂടി വരുമ്പോൾ പത്രോസ് ഏറ്റവും പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറുമ്പോൾ നോക്കുമ്പോൾ കച്ച കിടപ്പുണ്ട്, അവിടെ തലയെ ചുരുട്ടി തലപ്പാവ് കിടപ്പുണ്ട്, ബോഡിയില്ല. അവരെങ്ങനെ ഒന്ന് നോക്കി നിന്നിട്ട് വിസ്മയിപ്പിച്ചിട്ട് അവരിങ്ങനെ പരിഭ്രമിച്ചിട്ട് അവർ മടങ്ങിപ്പോകും. ഈ മടങ്ങിപ്പോക്കാണ് ഏറ്റവും കുഴപ്പമായിപ്പോയത്. പത്രോസിൻ്റെ അവസാനം വരെ പിടിച്ചിരുന്ന പത്രോസാണ്. മറ്റേ പുള്ളി തള്ളി പറഞ്ഞാൽ ഇടയ്ക്ക് ആ ഒരു അണ്ടർസ്കോർ കിടക്കണ കാരണം പുള്ളി അവിടെ നിർത്തിയില്ല. ഇനി ഇയാളെ കരഞ്ഞു പിടിച്ച് വരുമ്പോഴാണ് പിന്നെ ശരിയായി വരണത്. അതെപ്പോഴും നമ്മൾ ഓർക്കണം. എപ്പോഴെങ്കിലും ഒരു തട്ടിപ്പ് നമ്മൾ കാണിച്ചാൽ നമ്മുടെ സ്കോർ കുറയും. മടങ്ങിപ്പോയെന്ന് കാണിച്ചാൽ പത്രോസും യോഹന്നാനും മടങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അവസാനം പക്ഷെ മടങ്ങാതെ പിന്നേന്ന് ഒരാൾ ഇപ്പോൾ ഉണ്ട്. ആരാണത്? മേരി മാഗ്ദലിൻ. മേരി മാഗ്ദലിൻ എന്തുകൊണ്ടാണ് മടങ്ങുക? പത്രോസിൻ്റെ കൂടെ മടങ്ങിപ്പോകേണ്ടതല്ലേ അവർ? എല്ലാവരും പ്രേക്ഷിത ജോലി അവസാനിപ്പിച്ചാലും അത് അവരവസാനിപ്പിച്ചുകൊണ്ട് നീ അവസാനിപ്പിക്കരുത്. കാര്യം എന്താണ്? അപ്പോൾ അവരെ വെച്ച് നിന്നെ അളന്നിട്ട് അവരുടെ ആത്മീയ നിലവാരത്തേക്ക് നീ താഴ്ന്നു പോകും. അതെപ്പോഴും ഓർത്തേക്കണം. നല്ല ആൾക്കാരെ നിങ്ങൾ അനുകരിക്കാം, പക്ഷേ ദൈവത്തിന് അകന്നു പോണ കാര്യങ്ങൾക്ക് ആരും അനുകരിക്കരുത്. നിങ്ങൾക്ക് പല ആൾക്കാരും നിങ്ങളെ പറ്റിച്ചിരിക്കുന്ന കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടിയാണ് നിങ്ങളെ. കാര്യം ഉടമ്പടി ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ജീവിപ്പിക്കാതിരിക്കാൻ വേണ്ടി നാത്തുമാരും വീട്ടുകാരും ആങ്ങളമാരും വീട്ടിലുള്ളവരും എല്ലാവരും നമുക്കെതിരെ ഇങ്ങനെ കൊത്തുകോഴിയെപ്പോലെ വരും. എന്നിട്ട് നമുക്കുണ്ടാകുന്ന ഓരോ തടസ്സങ്ങളും പിന്നെ വലിയ ഉടമ്പടി എടുത്തില്ല പിന്നെ എന്തുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നമ്മളെ തകർത്ത് കളയണ രീതിയിൽ വരും. നമ്മുടെ കൂടെ ഉള്ളവർ ഒഴിഞ്ഞു പോകും. കണ്ട പത്രോസൊക്കെ ഒഴിഞ്ഞു പോകാൻ കണ്ടില്ലേ? പത്രോസും യോഹന്നാനും ഒഴിഞ്ഞു പോവുകയാണ്.
ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലുമാണ് 10 ദിവസത്തിൻ്റെ കൂടെ വേണ്ടത്, നിങ്ങളും കൂടെ പോയേനും. പിന്നെ ആണുങ്ങൾ പോയി, പിന്നെ ഞാൻ എവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അതാണ് വിഷയം. പിന്നെ ആണുങ്ങൾ പോയി, പിന്നെ ഞാൻ എവിടെ നിൽക്കണത്. പക്ഷേ എന്നിട്ട് ഈ ആണുങ്ങൾ പോയിട്ടും ഇവർ ആ കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പം ലെവല് മാറുമ്പോൾ 2 മാലാഖമാരെ നിൽക്കുന്ന പോലെ അവർക്ക് തോന്നും. അവരോട് സംസാരിക്കും, പ്രഭു എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. ഇപ്പം എന്താണ് കരയണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി, എവിടെയാണ് വെച്ചിരിക്കണതെന്ന് എന്നോട് പറയണം. അത് ഏറ്റവും വലിയ സങ്കടകരമായിട്ട് പറയണത്, അവനെ അവർ എവിടെയാണ് വെച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെന്നാണ് പറയണത്. അപ്പം അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അറിഞ്ഞുകൂടാ. ചില സമയത്ത് മനുഷ്യന് ഇങ്ങനെ സംഭവിക്കാം. എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാൻ പാടില്ല, എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ മെരി മേട്ടനെ പോലെ നമ്മളും ചെന്ന് ചാടും. ചില സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ പാടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഏത് രാജ്യത്ത് പോകണം, എന്ത് ജോലി എടുക്കണം, നാട്ടിൽ തന്നെ ഏത് ജോലി ചെയ്യണം, ഇപ്പം 3 ചെറുക്കന്മാരുടെ പടം കൊണ്ട് എൻ്റെ അടുത്ത് വരും. ഇതിൽ ഏതാണ് കല്യാണം കഴിക്കാൻ പറ്റിയ ചെറുക്കനെന്ന് എന്നോട് ചോദിക്കും. ഞാൻ പ്രാർത്ഥിച്ചിട്ട് മെസ്സേജ് പറയും, കൃത്യമായിട്ട് പറയും. പക്ഷെ അവർ ഉടമ്പടിയാണ്, ഞാൻ അവരുടെ ഉടമ്പടി സ്റ്റാറ്റസ് എല്ലാം നോക്കും. ദൈവത്തിന് സംസാരിക്കാൻ പറ്റിയ ഉരുപ്പടിയാണെന്ന് അറിയണ്ടേ. പിന്നെ ദൈവത്തിനെ പരീക്ഷിക്കാൻ വേണ്ടി വേറെ വല്ല ഉദ്ദേശിച്ച് വന്നിരിക്കണമെങ്കിൽ അവിടെ വെച്ച് തന്നെ ഞാനത് ഫിൽട്ടർ ചെയ്ത് കളയും. അപ്പം അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കണം ആൾക്കാർ. അതുകൊണ്ട് ഉടമ്പടി പക്കയാണെങ്കിൽ ചുമ്മാ തല കഴിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, കർത്താവ് നിങ്ങളോട് സംസാരിക്കും. എൻ്റെ അടുത്ത് വരേണ്ട പോലും കാര്യമില്ല. അപ്പം എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഇവർ നിൽക്കുന്ന ആ വാക്കെടുത്തേ, യോഹന്നാൻ 20:13. അവർ അവളോട് ചോദിച്ചു, ദൂതന്മാർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എന്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എന്റെ കർത്താവിനെ അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതായത് എനിക്കറിഞ്ഞുകൂടാ എന്ന് പറയുന്ന സംഭവം എന്താണ്? നമുക്ക് എല്ലാവർക്കും വരുന്നൊരു ജീവിതാവസ്ഥയാണ്. ഇനി എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഏത് പരീക്ഷയാണ് എഴുതേണ്ടതെന്ന് അറിയത്തില്ല. ഏത് ഇൻ്റർവ്യൂവിനാണ് പോകേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചോദിക്കണം, അച്ഛാ അത്രയും ദൂരെയാണ് ആ പരീക്ഷ, ഞാൻ പോകണോ എന്ന് ചോദിക്കും. ഞാൻ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആങ്ങളെ ഇല്ല. അതാ വിഷയം. കൊണ്ടുപോയി ആക്കാൻ രാത്രി വരുമ്പോൾ കൂട്ടിക്കൊണ്ടുപോരാൻ ആരും ഇല്ല. അപ്പം നീ കൊണ്ടുപോയി ആക്കാനോ കൂട്ടിക്കൊണ്ടുവരാനോ ആരും ഇല്ലെങ്കിൽ നിനക്ക് ഏറ്റവും ഫസ്റ്റ് ഉടമ്പടി തന്നെയാണ്. എന്താ കാര്യം? ഐ വിൽ കം വിത്ത് യു വേറെ യു. നീ എവിടെ പോയാലും ഏത് ഇരുട്ടത്ത് പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഈ ഉടമ്പടി കാശും കൊണ്ട് നടക്കുന്നല്ലാതെ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അത്. ഞാൻ ഏത് നരകത്തിൽ ചെന്നാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ബോധ്യം ആൾക്കാർക്ക് ഇല്ല. കാര്യം എന്താണ്? അവരിതെല്ലാം യാന്ത്രികമായി ചെയ്യുന്ന കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ വാഗ്ദാനങ്ങളുണ്ട്. നമുക്ക് നമ്മളെ ആങ്ങളെ ഉണ്ടെങ്കിലും ആങ്ങളെ ഇല്ലെങ്കിലും ചില ആൾക്കാർക്ക് ആങ്ങളെ ഉള്ളത് കൊണ്ട് ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കണം. എന്തുമാത്രം പെങ്ങന്മാരാണ് ഉള്ളത്. അപ്പോൾ ചെറിയ അയ്യോ എനിക്കൊരു ആങ്ങളെ ഉണ്ടായിട്ടെങ്കിൽ അവൻ കുഞ്ഞുനാൾ ഞങ്ങൾ 3 പേരായിരുന്നു, 2 കുഞ്ഞുങ്ങളെ കുഞ്ഞുനാളിൽ മരിച്ചുപോയി. അപ്പം അമ്മ മരിച്ചുപോയി വാളെന്ന്. നിങ്ങൾക്ക് നാണമുണ്ട്? ആ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. നമ്മുടെ മക്കളെ കണ്ടിട്ട്, ആങ്ങളമാരെ കണ്ടിട്ട്, അല്ലെങ്കിൽ പെങ്ങന്മാരെ കണ്ടിട്ട് ആരുമല്ല ദൈവം നിന്നെ ജനിപ്പിച്ച് വളർത്തിയത്. ദൈവത്തിനെ മാത്രം കണ്ടിട്ടാണ്. നിങ്ങൾ വേറെ ആരെങ്കിലും പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വിഗ്രഹാരാധനയായി മാറി. ഒപ്പം തന്നെ എന്താ കാര്യം? ദൈവത്തെക്കാൾ പ്രാധാന്യം എന്തിനു കൊടുക്കുന്നു? അതാണ് വിഗ്രഹം, അല്ലാതെ രൂപങ്ങളല്ല. രൂപങ്ങൾ അതിൻ്റെ സാദൃശ്യങ്ങളാണ്. മാതാവിനെ വണങ്ങുന്നതിൻ്റെ പകരം നമുക്ക് സ്വർഗത്തിലെ മാതാവിൻ്റെ സാദൃശ്യത്തെ നമ്മൾ വണങ്ങാൻ പോകുമ്പോൾ ആ വണക്കെവിടെയാണ് പോണത്? യഥാർത്ഥ അമ്മയുടെ തിരുസന്നിധിയാണ് വണക്കം പോണത്. അപ്പം അപ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കും ദൈവത്തെക്കാൾ ഉപരി അതാണ് ഐഡിയലായിട്ട് മാറുന്നത്. അപ്പം അത് എപ്പോഴും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചില പറയല്ലേ, എൻ്റെ അപ്പം മരിച്ചു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും വരത്തില്ലായിരുന്നു. നിനക്കിങ്ങനെ തന്നെ വരും. എന്താ കാര്യം? ഇപ്പോഴും അപ്പനാണ് നിൻ്റെ ദൈവം. ദൈവത്തിന് നിനക്ക് വിലയില്ലല്ലോ. ദൈവമായിട്ട് നീ വളർന്നില്ലല്ലോ. ഞാനിവിടെ നിൽക്കണത് എന്താണ്? എൻ്റെ അപ്പൻ മരിച്ചു പോയത് കൊണ്ടാണ്. എൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഈ രൂപതയെ ചേർക്കത്തില്ല.
അപ്പൻ കുഞ്ഞുനാളിനോട് പറഞ്ഞിരിക്കുന്നത് റിലീജിയസിന് പോകണമെന്നാണ്. എന്താണ് ഈ സന്യാസി വൈദികരെടുത്ത് പോകണം. കർത്താവിൻ്റെ പറഞ്ഞത്, എടാ സന്യാസിയും വൈദികരും എല്ലാം നീയാണ് തീരുമാനിക്കണത്. ഈ രൂപത ചേർന്ന നീയൊക്കെ അവിടെ സന്യാസി വൈദികനായിട്ട് ജീവിക്കാം, ബിഷറിയായിട്ട് ജീവിക്കാം. നിങ്ങൾ എന്തുമാത്രം ആൾക്കാരിവിടെ വന്ന് ഞാൻ രാവിലെ പറഞ്ഞ കേൾക്കാൻ വേണ്ടി ഞാൻ 3 മണിക്കൂർ വെളുപ്പിനെ വരുമ്പോൾ ആരുമില്ല ഇവിടെ. മാതാവിനെ കണ്ടിട്ട് ഞാൻ പോയി കിടന്നുറങ്ങി. തിരിച്ച് വരുമ്പോൾ നിങ്ങൾ നിറച്ച ആളായില്ലേ ഇവിടെ? നിറച്ച ആളായില്ലേ? അപ്പോൾ ദൈവമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എനിക്ക് ആങ്ങളെ ഉണ്ടായതെങ്കിൽ എൻ്റെ അപ്പം മരിച്ചു പോയില്ല, ഇങ്ങനെയുള്ള കഞ്ഞി വർത്തമാനങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾക്ക് അങ്ങനെ വന്നതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ അപ്പം ഡീപ്പ് പവറാകും. ബാറ്ററി പീസാകണ പോലെ ഉടമ്പടി പീസാകും. എന്താ കാര്യം? നീ ഇന്നും ഏതോ സങ്കല്പ ജീവിയെ ഓർത്തിട്ട് ഇപ്പോഴും നീ വലിയ ആനക്കാരുമായിട്ട് കിട്ടും. നിങ്ങൾ അത് അവർ പോയി നമുക്ക് ജീവിക്കണം, അവിടെ കൂടി ജീവിക്കും. കർത്താവ് പറഞ്ഞ ഒരു വാക്കില്ല, എന്താണ്? ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ശ്രദ്ധിക്കടവേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്നു യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യോഹന്നാൻ 14:19. യോഹന്നാൻ 14:19. അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല, എന്നാൽ നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം പോയവർ പോയി. ഇപ്പം ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ അപ്പം മരിച്ചത് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ സെമിനാരിൽ ചേരാനുള്ള സമയത്താണ് കർത്താവ് അപ്പനെയും പിടിച്ചുകൊണ്ട് പോയത്. പിന്നെന്താ, അപ്പം തന്നെയൊക്കെ മനസ്സിലാകാം. ഞാൻ സെമിനാരിൽ പോയി 2 മാസം കിടന്ന് കരഞ്ഞ ആളാണ്. സെമിനാരി കിടന്ന് കാര്യം എനിക്ക് അന്ന് വല്ല ബോധമുണ്ടാ എന്താണ് സംഭവിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കർത്താവാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കണമെന്ന്. ആരെങ്കിലും ഒരാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണതും ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഓർക്കുക, ദൈവം അവൻ്റെ കൂടെ പോകുകയല്ല, ദൈവോടെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും പോകാനുള്ളവരാണ്. ചിലർ നേരത്തെ പോകും, ചിലർ താമസിച്ച് പോകും, അത്രയേ ഉള്ളൂ. പക്ഷെ പോകാത്തൊരാളുണ്ട്, ദൈവം. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ.